ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. ദ മിറക്കിൾ മിറർ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹെയർ സ്പാ എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ മുടിക്ക് യഥാർത്ഥമായിട്ടുണ്ടായിരുന്ന ആ ബൗൺസിനെസ്സും ഒരു തിളക്കമൊക്കെ പോയിട്ട് മുടി ഭയങ്കര ഡള്ളാവുകയാണ്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്നു, ഡാൻഡ്രഫിൻ്റെ ശല്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് മുടിയുടെ വളർച്ച നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത്. നമ്മൾ ഹെയർ സ്പാ മാസത്തിലൊരിക്കൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെല്ലാം മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുടി വേരുകളെ അത് സ്ട്രെങ്തൻ ചെയ്തിട്ട് ഹെയർ ഫോളിക്കിൾസ് നല്ല സ്ട്രോങ് ആവും. അത് കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂടുകയും ചെയ്യും. അപ്പം ഇത് ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഹെയർ സ്പാ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും പാർലറിൽ പോയി തന്നെയാണ് ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നാമത് ആ സ്റ്റീമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ആണ്. അതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ മുടിക്ക് അത്ര എഫക്റ്റ് കിട്ടുമെന്നുള്ള ഡൗട്ട്, പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയുണ്ടായിട്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലും പാർലറിൽ പോയി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡൗട്ട് കാരണമാണ് വീട്ടിൽ ഹെയർ സ്പാ ചെയ്യാതിരിക്കുന്നതെങ്കിൽ ഇനി മുതൽ അങ്ങനെ ഇരിക്കേണ്ട കേട്ടോ. ഈ ഹെയർ സ്പാ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന 4 സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർലറിൽ പോയിട്ട് കിട്ടുന്നതിനേക്കാൾ ബെസ്റ്റ് റിസൾട്ട്സ് ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് കിട്ടും. അത് ഞാൻ 100% വാക്കുകാരാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ കാണിക്കുന്ന 4 സ്റ്റെപ്സും പടിപ്പടിയായിട്ട് കറക്റ്റിന് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് റിസൾട്ട് കിട്ടും. നമുക്ക് പാർലറിലൊന്നും പോയി സമയം കളയേണ്ടേ വരത്തില്ല. അപ്പോൾ ഹെയർ സ്പാ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയും അതുപോലെ തന്നെ സ്കാൽപ്പും വളരെ ക്ലീൻ ആയിരിക്കണം. ഒരു തരത്തിലുള്ള അഴുക്കോ എണ്ണമയോ ഒന്നും നമ്മുടെ മുടിയിലും തലയോട്ടിലുണ്ടാവാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇറങ്ങണം. എന്നാൽ മാത്രമേ അത് നമ്മുടെ മുടി വേരിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ മുടിക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. അതിന് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ നിന്ന് ഷാമ്പു ചെയ്ത ശേഷം അടുത്ത ദിവസം സ്പാ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ടെക്നിക്കിൽ നമുക്ക് ചെയ്യാനുള്ളത് 4 സ്റ്റെപ്സാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഹെയർ ഓയിലിംഗ്. ഈ സ്റ്റെപ്പിന് നമുക്ക് ഇഷ്ടമുള്ള ഹെയർ ഓയിൽ അതല്ലെങ്കിൽ 2-3 ഓയിൽസിൻ്റെ മിക്സ്ചർ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനൊപ്പം ഒരു 4 തുള്ളി ലാവൻഡർ എസൻഷ്യൽ ഓയിലും കൂടെ മിക്സ് ആക്കി. ലാവൻഡർ എസൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്ത ഈ ഓയിൽ നമ്മൾ തലയിൽ മസാജ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് എല്ലാം തന്നെ നല്ല രീതിയിൽ കുറയും. ടെൻഷനൊക്കെ നല്ല റിലീവ് ചെയ്യാൻ സഹായിക്കും. ബോഡി ഒന്ന് നല്ല റിലാക്സ്ഡ് ആവും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് പോകാൻ ഇത് വളരെ നല്ലതാണ്. ആവണക്കെണ്ണയിലും വെളിച്ചെണ്ണയിലുള്ള ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ മുടിയുടെ വേരുകളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. അത് കാരണം മുടിയുടെ വളർച്ച കൂടാനും സഹായിക്കും. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ്. നല്ല രീതിയിൽ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ ബോഡിക്കും നല്ലതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിന് നമ്മൾ സ്പാ ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പാ ക്രീം നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇടത്തരം ഉരുളൻ കിഴങ്ങ് എടുക്കുക. അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതിനൊന്ന് പുഴുങ്ങാൻ വെക്കുക. നല്ല രീതിയിൽ പുഴുങ്ങി അത് നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പം അതിന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് കഴിയുമ്പം ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളൻ കിഴങ്ങ് ചേർക്കുക. ഒപ്പം 3-4 ടേബിൾ സ്പൂൺ പച്ചപ്പാല്, നമ്മുടെ പശുപാല് തന്നെ മതി, പച്ചപ്പാല് ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ച് നന്നായിട്ട് ഒരു നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്നവരെ, കട്ടയൊന്നും കൂടാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്നവരെ നന്നായിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ സ്പാ ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഹെയർ സ്പാ ക്രീം പോലെ തന്നെ ഉണ്ട്. അതിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെയാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്പാ ക്രീമാണിത്. വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് മുടിയിൽ ഓരോരോ സെക്ഷൻസായിട്ട് ചെറിയ ചെറിയ സെക്ഷൻസായിട്ട് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം പോലും വിടാതെ നന്നായിട്ട് എല്ലായിടവും അപ്ലൈ ചെയ്ത് കൊടുക്കുക.
മുടിയുടെ അറ്റം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പുരട്ടിയ ശേഷം മേളിൽ ഇങ്ങനെ ഒരു ബണ്ണ് പോലെ കെട്ടി വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെച്ചാലും മതി. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്യണം. കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിൽ വെച്ച് ഞാനിതൊന്ന് കവർ ചെയ്യാണ്. എൻ്റെ തല മൊത്തം കവർ ചെയ്ത് ക്രഞ്ച് ചെയ്തൊന്ന് അത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് മൊത്തത്തിൽ നമ്മൾ ക്യാപ്പ് പോലെ ഇതങ്ങ് ഒട്ടിയിരുന്നോളും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഹെയർ സ്റ്റീമിങ്. ഹെയർ സ്റ്റീമിങ്ങിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഡ്രയറാണ്. ഹെയർ ഡ്രയർ ഒരു മീഡിയം സെറ്റിങ്സിൽ ഇട്ടിട്ട് ഞാൻ മുടിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഓടിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഓടിക്കുകയാണ്. ഹെയർ ഡ്രയറിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒരു ഹീറ്റ് നമ്മുടെ മുടിക്ക് വേണ്ടത്ര ചൂട് പ്രൊവൈഡ് ചെയ്യും. ഹെയർ സ്റ്റീമിങ് കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ തല ഒന്ന് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലൂമിനിയം വെച്ച് മുടി കവർ ചെയ്യാന്നുണ്ടെങ്കിൽ മുടിയിൽ എത്രത്തോളം നമ്മൾ സ്റ്റീം അപ്ലൈ ചെയ്യുന്നോ അതിൻ്റെ ചൂടെല്ലാം തന്നെ മുടിക്കുള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അതായത് തലയിൽ തന്നെ കറക്റ്റിൽ നിന്നിട്ട് അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലെ പോഴ്സ് എല്ലാം ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആവുന്ന പോഴ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ക്രീമിൻ്റെയൊക്കെ ന്യൂട്രിയൻസ് വേഗം തന്നെ ഇറങ്ങാൻ സഹായിക്കും. അങ്ങനെ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നതുകൊണ്ട് വേരുകൾക്ക് കുറച്ചും കൂടെ വേഗത്തിൽ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യാനായിട്ട് പറ്റും. ഹെയർ ഗ്രോത്ത് ഡബിൾ ആവാൻ ഇത് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിനി മുടി ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ച് വാഷ് ചെയ്യാം. ഞാൻ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് മുടി കഴുകിയിട്ടുണ്ട്. കഴുകി കുറച്ച് നേരം ഒന്ന് മുടിയൊക്കെ തോർത്തി അതിൻ്റെ നനവൊന്ന് ചെറുതായിട്ട് മാറ്റിയ ശേഷം ആണ് ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പാണ് ഹെയർ മോയ്സ്ചറൈസേഷൻ. ഇതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ജെല്ലാണ്. ഒരു പാത്രത്തിൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. അതിനൊപ്പം ഒരു 1/2 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു വൈറ്റിഷ് ജെല്ല് പോലെ ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഹെയർ ജെല്ല് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വളരെ കുറച്ച് അംശം കയ്യിലെടുത്തിട്ട് മുടി മേലെയും അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പതുക്കെ ഇങ്ങനെ ക്രഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടി നാച്ചുറലായിട്ട് ഉണങ്ങാൻ വേണ്ടി വിടുക. അപ്പം മുടി എൻ്റെ കംപ്ലീറ്റ് ഉണങ്ങി കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് എൻ്റെ മുടി കിടക്കുന്നത്. എൻ്റെ മുടിയിൽ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല മാനേജബിൾ ആയിട്ടുണ്ട്. അതുപോലെ മുടിയുടെ ഡൾനെസ് ഒക്കെ പോയിട്ട് മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും സിൽക്കി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ മുടിയിലെ റിസൾട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പമാണ്, നല്ല എഫക്റ്റീവാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഹെയർ സ്പാ ടെക്നിക്ക് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോടൊപ്പം ഷെയർ ചെയ്യുക. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇതുവരെ വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനലിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്തിടുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടുന്നതിനായിട്ട്. ഒപ്പം ഈ വീഡിയോ ഫ്രണ്ട്സിനൊപ്പം റിലേറ്റീവ്സിനൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.